പ്രീമിയർ ഷോയിൽ വന്ന ഹൈ എക്സ്പെക്ടേഷൻ, അവർ തന്ന റിവ്യൂസ് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. പ്രീമിയർ ഷോ അവർ ഗസ്റ്റ് ആയിട്ട് വിളിച്ചവർ തന്നെയാണ് റിവ്യൂസ്. സോ എന്തായാലും പോസിറ്റീവ് റിവ്യൂസ് ആയിരിക്കും അവരിടുക. ബട്ട് ഞാൻ അത് അത്ര ആലോചിച്ചില്ല. ഞാൻ ആ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര നല്ല ഹൈപ്പിലാണ് സിനിമ കാണാൻ പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ആവറേജ് പടമാണ്, വളരെ ആവറേജ് ആണ്. ഭയങ്കരമായിട്ടുള്ള കിട്ടിലൻ സീനുകളൊന്നും പടത്തിൽ എനിക്ക് ഫീൽ ആയിട്ടില്ല. ക്യാമിയോ വാസ് ഗ്രേറ്റ്, ക്യാമിയോ അടിപൊളിയാണ്. ഇതിൽ കുറേ റെഫറൻസസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു മൂവീസാണ്. അവർക്ക് കാണാൻ പറ്റിയൊരു പടമാണ്. ആൻഡ് സിനിമയിൽ എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിനും ടൊവിനോവിനും പുതിയൊരു അവതാറാണ് സിനിമയിൽ കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഇതുവരെ കാണിക്കാത്തൊരു വെറൈറ്റി പരിപാടി പടത്തിലുണ്ട്. അപ്പാർട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ കാണുമ്പോൾ. പക്ഷേങ്കിൽ എവിടൊക്കെ ഒരു അവിയൽ പരുവം, ഭയങ്കര ടൈം ഡ്യൂറേഷൻ നമുക്ക് ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ. ഭയങ്കര കുറച്ച് ലാഗ് ഒക്കെ ഫീൽ ചെയ്യും. ഫണ്ണുണ്ട്. ബട്ട് ലുക്ക്, ഇതൊരു എന്താ പറയാ, എനിക്കറിയില്ല. ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷൻ അതില്ല. ഒരു ആവറേജ് പടം, സ്ട്രിക്ട്ലി ആവറേജ്, വൺ ടൈം വാച്ചബിൾ. യു കൻ വാച്ച് ഇൻ OTT ഓർ തിയേറ്റർ, ഇറ്റ്സ് അപ് ടു യു. തിയേറ്റർ മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയില്ല. യു ലൈക്ക് ടൊവിനോ തോമസ്, പുള്ളിയുടെ ഔറ, ഇഫ് യു ലൈക്ക് ബേസിൽ ജോസഫ്, പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, യു ക്യാൻ എൻജോയ് ദാറ്റ്. അല്ലാത്ത പക്ഷം ഈ സിനിമ, ഇതിലെ നായകനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ആൻഡ് പിന്നെ ടെക്നിക്കൽ വൈസോ വിഷ്ണു വിജയ് മ്യൂസിക് പുള്ളി ഉള്ളത് കൊണ്ട് പടം അങ്ങോട്ട്